ആദ്യമായിട്ടാണോ ഈ അമ്പലത്തിൽ വരുന്നത്? അതെ, ആദ്യമായിട്ടാണ്. എന്തോ പേര് എങ്ങനെയാ? എന്റെ പേര് അഖിൽ. അഖിൽ. എന്തോ വർക്ക് ചെയ്യുന്നുണ്ടോ? ആ, വർക്ക് ചെയ്യുന്നുണ്ട്. എയർ ഇന്ത്യ എക്സ്പ്രസിലാണ്. ആഹാ, അടിപൊളി. ഇത് ഫാമിലിയാ? ഇത് വൈഫാണ്, വൈഫിന്റെ അമ്മ. ആ, ഇത് അമ്മ. ഇത് അച്ഛൻ. ആഹാ, ശരി. ആഹാ, നിങ്ങൾ ഫാമിലി ആയിട്ട് പോരുന്നയാ? ആദ്യമായിട്ട് വരുമല്ലയോ? നമ്മള് മോനൊക്കെ ഇവിടെ ചവറ ഭരണിക്കാവ് ആ ശാസ്ത്രം ഇവിടെ ഭരണിയില്ല, അവിടെ മോന്റെ വീടാണ്. വിവാഹം കഴിച്ചിട്ടുണ്ട്. അതായത് ആദ്യമായിട്ട് അറിഞ്ഞു വരുവാന്നോ അതോ? ഞാൻ ആദ്യമായിട്ടാണ്. ഈ അമ്പലത്തിൽ ഐതിഹ്യം വല്ലതും അറിയാമോ? അറിയാമോ? ഞാൻ കുറച്ചൊക്കെ കേട്ട് അറിഞ്ഞിട്ടുണ്ട്, അത്ര തന്നെ. എന്നാന്ന് പറയാമോ? അതായത് കറക്റ്റ് ആണോന്ന് എനിക്കറിയില്ല, കേട്ടറിവ് മാത്രമേ ഉള്ളൂ. പണ്ട് ഇവിടെ ഒരു ഉൾക്കാട് പോലത്തെ ഒരു പ്രദേശമായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു കൽരൂപം ഉണ്ടായിരുന്നു. അപ്പോൾ കൽരൂപം കുട്ടികൾ അത് ദേവിയായിട്ട് സങ്കല്പിച്ചുകൊണ്ട് അവർ കളിയിൽ തുടങ്ങിയതാണ്. താലപ്പൊലി അർപ്പിക്കുക, തേങ്ങയുടെ കൊത്ത് അർപ്പിക്കുക, പിന്നെ നെത്തോലി എല്ലാം വെച്ച് അർപ്പിച്ചിട്ട് അങ്ങനെ ഒരു ഐതിഹ്യം അവരായിട്ട് ഉണ്ടാക്കിയതാണ്. അങ്ങനെ കളിക്കുന്നതിൻ്റെ ഇടയിൽ കല്ലിലൊന്ന് തട്ടി കല്ലിന് ചോര പൊടിഞ്ഞപ്പോൾ അവരുടെ പാരൻസിനോട് പറയുകയും അങ്ങനെ അവിടെ ഈ ജോത്സ്യെല്ലാം വെച്ച് നോക്കിയപ്പോഴത്തേക്കും ദേവിയുടെ പ്രസൻസ് ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം അതൊരു അമ്പലമായിട്ട് മാറി. ദേവിക്ക് ആദ്യമായി കുട്ടികളാണ് എങ്ങനെയാണോ അർപ്പിച്ചത് അത് തന്നെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ ആണുങ്ങൾ തന്നെ താലപ്പൊലി എടുക്കുന്നത് അമ്മയ്ക്കൊരു പ്രിയമായിട്ടൊരു ചടങ്ങായി മാറി എന്നാണ് ഐതിഹ്യം എന്നാണ് എനിക്കറിയുന്നത്. മരുമകളുടെ അച്ഛൻ പറയും പാവാടയും ബ്ലൗസ് കൊടുത്തിട്ടാണ് രാത്രി സമയങ്ങളിൽ ഇങ്ങനെ നടക്കുന്നത്. കടൽ തീരുവല്ലപ്പം എങ്ങനെ പറയാത്. എന്തായാലും ആളെ കണ്ടാൽ ഇനിയിപ്പം കണ്ടിട്ടെന്തോ തോന്നുന്നു, അടിപൊളിയായില്ലേ? അപ്പൊ നമ്മള് മാറിപ്പോയില്ലേ അല്ലേ? ദേവി അനുഗ്രഹിക്കട്ടെ. വളരെയധികം സന്തോഷം. താങ്ക് യു.